ചെടി വള്ളി പോയി, പടർന്നു പോയി. പിന്നെ എന്താ കത്തിയൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സാധനം കാണിക്കാൻ പോവാണേ. എന്താ വള്ളിയൊക്കെ പടർന്ന് ഒരിതായിട്ടുണ്ട്. ഇത് എന്ത് ചീര അറിയോ? ഇത് സിലോൺ മുരിങ്ങ എന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയണത്. ഷുഗർ കംപ്ലൈന്റ് ഉള്ളവരൊക്കെ ഈ ചീര ഉപ്പേരി വെച്ച് കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടില് ഈ ചീരയുടെ എന്താ പേരെന്നുള്ളതൊന്ന് കമന്റ് ഇടണം കേട്ടോ. ഞങ്ങളുടെ നാട്ടില് സിലോൺ മുരിങ്ങ എന്നാണ്. അപ്പൊ ഇത് പറിച്ചിട്ട് ഉപ്പേരി വയ്ക്കാണ്, ഇതും മുട്ടയും കൂട്ടിയിട്ടോ. മത്തംവള്ളി പോയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് പറിക്കാനായിട്ടില്ല. ഇത് പറിക്കാനായി. നല്ല വലുതായി. ഇത് രണ്ടാമത്തെ മത്തൻ കേട്ടോ, ഞാൻ അന്ന് കാണിച്ചില്ലേ. ആദ്യത്തെ രണ്ടാമത്തെ മത്തനാണ്. ആദ്യത്തെ മത്തൻ ഞാൻ കാണിച്ചതില്ലേ, അത് വെയിറ്റ് കൊണ്ട് താഴെ വീണു. അപ്പൊ അത് പറിക്കാൻ പോവാണ്. നിലത്താണ് വീണിരിക്കുന്നത്. പറിക്കട്ടെ. അയ്യോ അമ്മേ, അടിപൊളിയായി. നല്ല മൂത്തു. നല്ല മൂത്തു കേട്ടോ. ഇത് കളർ മാറിയിരിക്കുന്നുണ്ടോ? നല്ല മൂത്തു. ഇതാണ് വെറുതെ വലിച്ചെറിഞ്ഞ സാധനം ഇട്ടപ്പോ നമുക്ക് ഗുണം ചെയ്തത് 2 മത്തായി. അപ്പോൾ സിലോൺ മുരിങ്ങ കഴുകി വൃത്തിയായി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം പച്ചമുളകും ചെറിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്. പാന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇനി ഉള്ളിയും പച്ചമുളകും, എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ മുട്ടയും ഇതിൽ ചേർക്കണ്ടല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളിയും പച്ചമുളകും നന്നായി എണ്ണയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അരിഞ്ഞ് വെച്ച ചീര നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇല നല്ല ആവിയിൽ വെച്ച് വേവിച്ച്, വെള്ളം ഒഴിച്ചിട്ടില്ല, വെറും ആവിയിലാണ് വേവിച്ചെടുത്തത് എണ്ണ ഒഴിച്ചിട്ട്. ഇനി എന്താ പറയുക, ഈ മുട്ട 2 മുട്ട ഇതിലേക്ക് ഉടച്ചിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സിലോൺ മുരിങ്ങ പേര് അപ്പം റെഡിയായി. ഉപ്പ് നോക്കട്ടെ. ഉപ്പ് എല്ലാം കറക്റ്റാണ്. മുട്ടക്കട സെറ്റായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക. ഇത്രേ പാടുള്ളൂ. സ്റ്റവ് ഓഫ് ചെയ്യുക. സിലോൺ മുരിങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ.